Hello, Assalamu alaikum wa rahmatullah. Welcome to Arabic Academy. Today, in this session, we are going to discuss the second unit titled as Basic Awareness on Various Ecosystems. Now, in this block, we are discussing about ecosystem and biodiversity. So, in this chapter, there are many, different types of ecosystem. So we have to come in deep with the different types of various ecosystems. What are the types of ecosystem? What are the importance and their features and such kinds? Sure. Okay. I have shared the note to your WhatsApp group. Please have it. Basic awareness on various ecosystems. ഓഡിബിൾ അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. Ecosystem. Okay. Okay. Ecosystem definition. ഫസ്റ്റ് നമ്മൾ എന്താണ് ഇക്കോസിസ്റ്റം എന്നല്ല, അതിന്റെ ഒരു ഡെഫിനേഷൻ ആണ് പറയുന്നത്. എ സിസ്റ്റം കംപ്രൈസിങ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പണൻസ് ഇന്ററാക്ടിങ് ഇൻ എ സ്പെസിഫിക് എൻവയോൺമെന്റ്. ഇക്കോസിസ്റ്റം എന്താന്നുള്ള ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് എ സിസ്റ്റം കംപ്രൈസിങ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസം. നമുക്കറിയാം ഇക്കോസിസ്റ്റത്തിൽ ഡിഫറെന്റ് ഓർഗാനിസംസ് ഉണ്ട്. അതിൽ ലിവിങ് ഓർഗാനിസം ഉണ്ട്, നോൺ ലിവിങ് ഓർഗാനിസം ഉണ്ട്, അല്ലെങ്കിൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയാം. ബയോട്ടിക് കോമ്പോണൻസ് അല്ലെങ്കിൽ അബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതും അചേതനവുമായിട്ടുള്ള വസ്തുക്കളാൽ സമ്പന്നമാണ് പ്രകൃതി. അതിനെ കുറിച്ചാണ് പറയുന്നത്. സിസ്റ്റം, അതിന്റെ സിസ്റ്റത്തെ കുറിച്ച്. അതിൽ പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസം, ഇതിനാണ് ലിവിങ് ഓർഗാനിസം എന്ന് പറയാം. അതേപോലെ സോയില്, വാട്ടർ, സൺലൈറ്റ് തുടങ്ങിയിട്ടുള്ള ജീവനില്ലാത്ത അചേതനമായ വസ്തുക്കളും പറയും. ഓക്കെ. ഈ സൈസ് വേരിയേഷൻ ക്യാൻ റേഞ്ച് ഫ്രം സ്മാൾ ഒയാസിസ് ടു എൻറ്റയർ ഓഷ്യൻ. ചെറിയ ഒയാസിസ് മുതൽ വലിയ വിശാലമായിട്ടുള്ള സമുദ്രം എല്ലാം എന്താണ് ഓരോ ഇക്കോസിസ്റ്റമാണ്. ഒയാസിസ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ മരുപ്പച്ചകൾ ഉണ്ടാവും, ചെറിയ തുരുത്തുകളായിരിക്കും, ജീവന്റെ തുരുത്തുകൾ മാത്രം നിൽക്കുന്ന. അതൊരു ഡിഫറെന്റ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ആയിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. അങ്ങനെ നോക്കുമ്പോൾ അത് ചെറുത് മുതൽ വലിയ നിർണ്ണയിക്കാം, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് പിന്നെ നമുക്ക് സൈസ് അനലൈസ് ചെയ്യാൻ പറ്റാത്തത്ര വിശാലമായിട്ടുള്ള സമുദ്രം. ഓക്കെ. സം എക്കോളജിസ്റ്റ് വ്യൂ ദ ബയോസ്ഫിയർ ആസ് എ ഗ്ലോബൽ എക്കോസിസ്റ്റം. ബയോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ എക്കോസിസ്റ്റം ആണ്. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ നമ്മൾ കുറെ സ്ഫിയറുകളായിട്ടാണല്ലോ പറയാറുള്ളത്. പിന്നെ ട്രോപ്പോസ്ഫിയർ, ബയോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അന്തരീക്ഷത്തിന്റെ വിവിധ ലെയറുകളാണ്. അതിലെ ഭൂമിയും സമുദ്രവും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രതലത്തിനാണ്, ആ ഒരു ലെയറിനാണ് ബയോസ്ഫിയർ എന്ന് പറയാം. അതിനെ ഒരു ഗ്ലോബൽ എക്കോസിസ്റ്റം എന്ന് അങ്ങനെയും നിർവചിക്കാം. ഓക്കെ. ഏതായാലും ഇങ്ങനെയുള്ള ഈ ഇക്കോസിസ്റ്റത്തിൽ പ്രധാനമായിട്ട് അതിന്റെ പെക്യൂലിയാരിറ്റീസ് കണക്കിലെടുത്തുകൊണ്ട് അതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, മറ്റൊന്ന് അക്വാട്ടിക് എക്കോസിസ്റ്റം. എന്താണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, അതിൽ എന്തെല്ലാം ആണ് വരിക എന്നതൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത പിന്നെ പോയിന്റിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് ഖരം ആയിട്ടുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ മണ്ണും അങ്ങനെയുള്ള മണ്ണുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കരഭാഗം, ഒരു കരയുടെ ഭാഗമായിട്ട് വരുന്ന ഇക്കോസിസ്റ്റത്തിനാണ് ടെറസ്ട്രിയൽ എന്ന് പറയുന്നത്. അക്വാട്ടിക് എന്ന് പറയുമ്പോൾ സമുദ്രവും ജലവുമായി ബന്ധപ്പെട്ടതാണ് അക്വാട്ടിക്. അപ്പൊ ടെറസ്ട്രിയലില് ലാൻഡ് ബേസ്ഡ് ആണ്. അതിൽ ഫോറസ്റ്റ് വരുന്നുണ്ട്, ഗ്രാസ് ലാൻഡ് വരുന്നുണ്ട്, ഡിസേർട്ടുകൾ വരുന്നുണ്ട്, ടൻഡ്ര എന്ന് പറയും. ടൻഡ്ര എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റും ഗ്രാസ് ലാൻഡും ഡിസേർട്ട്സ് ഒക്കെ എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ടൻഡ്ര ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊരു പിന്നെ ഒരു ഇംഗ്ലീഷ് വേർഡ് അല്ല. ടൻഡ്ര ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാല്
സസ്യങ്ങളൊന്നും ഇല്ലാത്ത, അതേ സമയത്ത് മഞ്ഞും ഒക്കെ ഉള്ള, മഞ്ഞും മലകളും പാറകളും പാറക്കെട്ടുകളുമായിട്ടുള്ള ഒരു വരണ്ട, വരണ്ട മീൻസ് എജിറ്റേഷൻസ് ഇല്ലാത്ത, സസ്യലതാദികൾ അങ്ങനെ ഇല്ലാത്ത ഒരു ഭൂപ്രദേശത്തിനാണ് ടെൻഡ്ര എന്ന് പറയുന്നത്. ചില പിന്നെ പോളാർ സൈഡുകളിലൊക്കെ കാണുന്ന ഒരു എക്കോസിസ്റ്റം. പിന്നെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ വാട്ടർ ബേസ്ഡ് ആണ്. അതിൽ ഫ്രഷ് വാട്ടർ ഉണ്ട്, മറൈൻ ഉണ്ട്. ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ ഭൂമിയിലെ നദികള്, കുളങ്ങള്, കിണറുകള്. മറൈൻ എന്ന് പറയുമ്പോൾ അതിനാണ് സമുദ്രവുമായി ബന്ധപ്പെട്ടതിനാണ് മറൈൻ എന്ന് പറയാം. റിലേറ്റഡ് ടു ഓഷ്യൻസ്, അതാണ് മറൈൻ. ഓക്കെ. ബയോമി എന്ന് പറയും. ബയോമി എന്നിട്ടുള്ള ഒരു ടേം ആണ്. എന്താണ് ബയോമി എന്ന്? സിംഗിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ സിംഗിൾ വേർഡിനൊക്കെ ചോദിക്കാം. എ ലാർജ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം കവറിംഗ് വാസ്റ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ സച്ച് ആസ് ദ ടണ്ട്ര. ടണ്ട്ര പോലെയുള്ള ഒരു ഒരു ഡെഫിനറ്റ് ഏരിയക്കാണ് എന്ന് പറഞ്ഞാൽ അത് വാസ്റ്റ് ആയിട്ടുള്ള, വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആണ്. ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള വളരെ വിശാലമായി കിടക്കുന്ന ഒരു എക്കോസിസ്റ്റത്തിനാണ് എന്ത് പറയാം, ബയോമി എന്ന് പറയാം. ഓക്കെ. അതിനൊരു ഉദാഹരണമാണ് ടണ്ട്ര എന്ന് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട്, ഉദാഹരണത്തിന് എന്താ പറയാ, ഒരു സഹാറ മരുഭൂമിയുടെ ആ ഒരു പ്രദേശം, അതിനെ നമുക്കൊരു ബയോം എന്ന് പറയാം. അതുപോലെ തന്നെ എക്കോളജിക്കൽ റോൾ എന്താണ്? ഈ എക്കോസിസ്റ്റത്തിന്റെ അതിന്റെ പിന്നെ പ്രകൃതിപരമായിട്ടുള്ള റോൾ, എന്ത് റോളാണ് ഇവ നിർവഹിക്കുന്നത്, എന്ത് ഫങ്ഷൻ ആണ് ഇത് ചെയ്യുന്നത് എന്നാണ്. Each ecosystem contributes to maintaining Earth's ecological balance. ഓരോ എക്കോസിസ്റ്റം, ഓരോന്നും അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ അവ ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ പാരിസ്ഥിതികമായിട്ടുള്ള സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ, അതിനെ താളം തെറ്റാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവയാണ് ഈ ഓരോ എക്കോസിസ്റ്റവും. അത് മറൈൻ ആവട്ടെ അല്ലെങ്കിൽ ലാൻഡ് ബേസ്ഡ് ആവട്ടെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷന് ഭൂമിയിൽ നിർവഹിക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ആ ഒരു എന്താ പറയാ, ആ ഒരു ചെയിൻ, ഫുഡ് ചെയിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതായിട്ട് കണക്ട് ചെയ്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അത് അടുത്തതിനെ ശക്തമായിട്ട് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഓരോന്നും ഇന്റർഡിപെൻഡന്റ് ആയിട്ട് കിടക്കുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിൽ ഫസ്റ്റത്തെ രണ്ട് പ്രധാനമായിട്ടുള്ള എക്കോസിസ്റ്റം ആണെന്ന് മനസ്സിലായി. ഒന്ന് ടെറസ്ട്രിയലും പിന്നെ അക്വാട്ടിക്കും. അപ്പോൾ ടെറസ്ട്രിയൽ ഏതൊക്കെയാണ് വരിക അതാണ് പറയുന്നത്. എന്താണ് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം? അതിന്റെ ഒരു ഡെഫിനേഷൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്. ആൻ എക്കോസിസ്റ്റം ഫൗണ്ട് ഓൺ ലാൻഡ് കവറിംഗ് വേരിയസ് ലാൻഡ് ഫോംസ്. ലാൻഡ് ഫോമുകൾ, ഭൂമി പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താ പറയാ, ഭൂമി എന്ന് പറയുമ്പോൾ വെള്ളവും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ടേമാണ് ഭൂമി. പക്ഷെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മണ്ണും പിന്നെ മലകളും കാടുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു കരയായിട്ട് കിടക്കുന്ന പ്രദേശമാണ് ടെറസ്ട്രിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എക്കോസിസ്റ്റം ഫൗണ്ട് ഓൺ ലാൻഡ്. കവറേജ് അതിന്റെ എത്രത്തോളമാണ് അതിന്റെ വിസ്തൃതി എന്നാണ് പറയുക. അപ്രോക്സിമേറ്റ്ലി 140 to 150 മില്യൺ കിലോമീറ്റർ സ്ക്വയർ. 140 അല്ലെങ്കിൽ 150 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. സ്ക്വയർ കിലോമീറ്റർ, അതായത് ഏകദേശം ഭൂമിയുടെ 25 മുതൽ 30% സർഫേസും അതിന്റെ ഉപരിതലവും എന്താണ് ഈ ടെറസ്ട്രിയൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം. ഏറ്റവും കൂടുതൽ സമുദ്രമാണ് നമുക്കറിയാം. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ കര എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ളത് നമ്മൾ വെള്ളത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, അതിനെ നമ്മൾ ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ പറയാം. ഒന്ന് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, ടണ്ട്ര എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം. ഇപ്പൊ ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാസ് ലാൻഡ്, നമുക്ക് അതിന്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോറസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ടണ്ട്ര, ഡെസേർട്ട് എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്തിട്ട്. അപ്പൊ ഫസ്റ്റ് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തെ കുറിച്ച് പറയാം. ഡെഫിനേഷൻ: ഇക്കോസിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്. വിവിധ തരത്തിലുള്ള ഫോറസ്റ്റുകൾ ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ ഇന്ത്യയുടെ പിന്നെ എനർജി സോഴ്സസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോറസ്റ്റുകളെ കുറിച്ച്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, അതേപോലെ തന്നെ ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവിധ തരം ഫോറസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. പ്രൊവൈഡിങ് ഹാബിറ്ററ്റ് ഫോർ വാസ്റ്റ് റേഞ്ച് ഓഫ് സ്പീഷീസ് ആൻഡ് ഹയസ്റ്റ് ബയോഡൈവേഴ്സിറ്റി. കാട്ടിലാണ് ഏറ്റവും കൂടുതൽ, വനത്തിലാണ്, വനപ്രദേശങ്ങളാണ് ഏറ്റവും വലിയ
ഒരു സ്പീഷീസ് ജന്തുജാലങ്ങൾക്ക്, വിവിധ ജീവജാലങ്ങൾക്കുള്ള ഒരു ആവാസ വ്യവസ്ഥിതിയെ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവൈഡ് ഹാബിറ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആവാസ വ്യവസ്ഥിതി ഫോർ വാസ്റ്റ് റേഞ്ച് ഓഫ് സ്പീഷീസ് ആൻഡ് ഹയസ്റ്റ് ബയോഡൈവേഴ്സിറ്റി. വലിയ അളവിൽ ഒരു ജൈവ വൈവിധ്യത്തിന് ഒരു സംവിധാനം ഒരുക്കുന്ന ഒരു ഇക്കോസിസ്റ്റമാണ് ഫോറസ്റ്റ് എന്ന് നമുക്കറിയാം. കവറേജ് അത് ടോട്ടൽ എത്രയാണ് വരുന്നത്? അപ്രോക്സിമേറ്റ്ലി 30 to 35 മില്യൺ കിലോമീറ്റർ ആണ്. അപ്പൊ ആകെ പറഞ്ഞ 140 മുതൽ 150 വരെ, അതിൽ 30 to 35 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. അപ്പോൾ അത്രയും ഭാഗം വനമായിട്ടാണ് കിടക്കുന്നത്. ഇനി അതിന്റെ ക്ലൈമറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഫോറസ്റ്റുകളെ നമുക്ക് വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലൊന്ന് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയും. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല വനപ്രദേശങ്ങൾ. ഫൗണ്ട് ഇൻ വാം ഹ്യൂമിഡ് റീജിയൻസ്. ഇവ കാണപ്പെടുന്നത് വളരെ ചൂടുള്ള, ഉഷ്ണമുള്ള, അതേപോലെ തന്നെ ഈർപ്പമുള്ള, ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ കാണാൻ പറ്റും. ഡെൻസ് ഫോയിലേജ് വിത്ത് റിച്ച് ബയോഡൈവേഴ്സിറ്റി. ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ പ്രത്യേകത അതിൽ ശക്തമായിട്ടുള്ള, എന്താ പറയാ, വളരെ തിങ്ങി നിറഞ്ഞ ഫോയിലേജ് ഉണ്ടാവും. ഫോളിയേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സാന്നിധ്യമാണ്. അതായത് ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ സാന്നിധ്യം. അത് ശക്തമായ അളവിൽ കാണാൻ പറ്റുന്ന ഇലച്ചാർത്തുകൾ, അല്ലെങ്കിൽ എന്താ പറയാ, നിറഞ്ഞിടക്കുന്ന പച്ചപ്പിന്റെ ഒരു സാന്നിധ്യമാണ് അവിടെ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പക്ഷികളായിട്ടും, പിന്നെ നിലത്ത് മണ്ണിലുള്ള ജീവികളായിട്ടും മൃഗങ്ങളായിട്ടും എല്ലാം അതാണ് ബയോഡൈവേഴ്സിറ്റിയുടെ വൈവിധ്യം കാണാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. പിന്നെ ഹോം ടു ദി മോസ്റ്റ് ഡൈവേഴ്സ് ഫ്ലോർ ആൻഡ് ഫോണ ഓൺ എയർ. അതാണ് പറഞ്ഞത്, വീണ്ടും ഒന്നുകൂടി പറയണം, ഹോം ടു ദി മോസ്റ്റ് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ ഓൺ എർത്ത്. ഭൂമിയിലെ സസ്യജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ഏറ്റവും വലിയൊരു ഗൃഹമാണ്, അതിന് പറ്റുന്ന ഒരു അതിനെ ഹോസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റമാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളുടെ സാന്നിധ്യവും കാണാൻ പറ്റും. മറ്റുള്ളവരുടെയൊക്കെ അതിൽ വ്യത്യാസങ്ങളുണ്ടാവും, കുറവ് വരും. പിന്നെ ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ശീതോഷ്ണ മേഖലയിൽ കാണപ്പെടുന്ന വനങ്ങളെയാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്. ക്യാൻ ബി ഡെസിജിയസ് ആൻഡ് കോണിഫറസ്. ഡെസിജിയസ് എന്ന് പറഞ്ഞാൽ ഇലപൊഴിയും വനങ്ങളാണ്. അവിടെ കുറച്ചു കാലം സീസൺ ആകുന്ന സമയത്ത് ഇലകൾ ഉണ്ടാവില്ല. എല്ലാ സമയത്തും നിത്യഹരിതമായിട്ട് നിൽക്കുന്ന വനങ്ങളല്ല ടെമ്പറേറ്റ് ഫോറസ്റ്റുകളിൽ ഉണ്ടാവുക. ഓട്ടം സീസൺ ആകുന്ന സമയത്ത് അതിൽ ഇലകളൊക്കെ പൊഴിയും. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ചില മരങ്ങൾ അല്ലെങ്കിൽ ചില സസ്യങ്ങളൊക്കെ കോണിഫറസ് ആയിട്ട് എപ്പോഴും നിത്യഹരിതമായിട്ട് നിൽക്കുന്നതുണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ ഒരു മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് ബയോറിയൽ ഫോറസ്റ്റ് ആണ്. ബയോറിയൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാല്, ബയോറിയൽ അല്ല, ബോറിയൽ ഫോറസ്റ്റ്. ബോറിയൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റഡ് ഇൻ ഫാർ നോർത്ത്, ജസ്റ്റ് സൗത്ത് ഓഫ് ആർട്ടിക് പോലെയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അതായത് പോളാർ പ്രദേശങ്ങൾ ഉണ്ടാവും. ഭൂമിയുടെ നോർത്ത് സൈഡിൽ ഏറ്റവും അങ്ങനെയുള്ള വളരെ റയറായിട്ടുള്ള, സാധാരണ മറ്റു വനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന, അതിനാണ് ടൈഗ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമാണ് ടൈഗ. ഡൊമിനേറ്റഡ് ബൈ ദി കോണിഫറസ് ട്രീസ്. അവിടെ എപ്പോഴും എവർഗ്രീൻ ആയിട്ടുള്ള, കാരണം കുറച്ച് ഈർപ്പൊക്കെ എപ്പോഴും നിലനിൽക്കുന്ന പ്രദേശമാണ്. പിന്നെ അതിന്റെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്? പ്രൊവൈഡ് ഷെൽട്ടർ ഫോർ തൗസൻഡ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ്. വിവിധങ്ങളായിട്ടുള്ള ചെടികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ അതൊരു ഷെൽട്ടർ ആണ്. അതോടൊപ്പം സപ്പോർട്ട് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് റെഗുലേഷൻ. നെക്സ്റ്റ് പറയുന്നത് ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം. പുൽമേടുകളാണ് ഇതിൽ പ്രധാനമായിട്ടും. പുൽമേടുകൾ ഒരു വലിയ ആവാസ വ്യവസ്ഥയാണ്. പുൽമേടുകൾ എന്ന് പറഞ്ഞാൽ വലിയ വിശാലമായി കിടക്കുന്ന, യൂറോപ്പിലൊക്കെ കാണപ്പെടുന്ന കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്ന ഗ്രാസ് ലാൻഡുകൾ ഉണ്ടാവും. പശുക്കൾക്കും അതേപോലെ നാടുകൾക്കൊക്കെ വിശാലമായിട്ട് മേനി നടന്ന് ഭക്ഷിക്കാൻ പറ്റുന്ന, അവിടെ ആ എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള സസ്യങ്ങളും പ്രത്യേകമായിട്ടുള്ള സസ്യങ്ങളും
അതിനെ ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പക്ഷികൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് അത് പ്രൊവൈഡ് ചെയ്യുക. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഡൊമിനേറ്റഡ് ബൈ ഗ്രാസസ്, കൂടുതലും പുല്ലായിരിക്കും അതിലുണ്ടാവുക. വിത്ത് സ്കാറ്റേർഡ് ഷ്രബ്സ് ആൻഡ് ട്രീസ്, അവിടെ ഇവിടെ ചെതറി കിടക്കുന്ന കുറച്ച് കുറ്റിച്ചെടികൾ ഉണ്ടാവും, അതുപോലെ തന്നെ മരങ്ങളും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ കാണപ്പെടുക ചെറിയ പുല്ലുകളായിരിക്കും. ഹാബിറ്റേറ്റ് ഫോർ എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ആനിമൽസ്, അതിനും ബേസ് ചെയ്തുകൊണ്ടുള്ള കുറെ മൃഗങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് എലഫൻസ്, ജിറാഫ്സ്, ലയൺസ്, റൈനോസ്, സീബ്രാസ്, ഹൈനാസ്, ജാക്രാബിസ് ആൻഡ് വാർഡോ, അങ്ങനെയുള്ള കുറെ മൃഗങ്ങൾ. അതായത് ഹാബിറ്റേറ്റ് ഫോർ എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ആനിമൽസ്, വിവിധങ്ങളായിട്ടുള്ള മൃഗങ്ങൾ, ഇൻക്ലൂഡിങ് ആനകള്, ജിറാഫ്, പിന്നെ സിംഹം, റൈനോസറസ്, അതേപോലെ തന്നെ സീബ്രാസ്, ഹൈന. ഹൈന എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക മലയാളത്തിൽ, ഹൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുതപ്പുലികളെ പോലെ, അതിനാണ് ഹൈനാസ്. അതേപോലെ തന്നെ ജാക്ക് റാബിറ്റ്സ്, ഒരു റാബിറ്റിന്റെ വർഗത്തിൽപ്പെട്ട കങ്കാരുവിന്റെ അത്രയും അല്ലാത്ത ഒരു മൃഗം. വാർട്ട് ഡോഗ്സ് എന്ന് പറയുമ്പോൾ അതൊരു പന്നി വർഗത്തിൽപ്പെട്ട ഒരു ജീവി. അങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ ആവാസ വ്യവസ്ഥ ഒരുക്കുന്ന ഒന്നാണ് ഈ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ. നമ്മൾ ചെറിയ ഒരു ഗ്രൗണ്ട് പോലെ ഒന്നും സങ്കല്പിക്കണ്ട, വിശാലമായ ഒരു വനം പോലെയൊക്കെ അത്രയും വിശാലമായി കിടക്കുന്നു. അതിന്റെ ക്ലൈമറ്റ് ആണ് സെമി അറിഡ് റീജിയൻസ്, ഏകദേശം വരണ്ട ഒരു കാലാവസ്ഥയൊക്കെയുള്ള, വരണ്ട മീൻസ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, റിജിഡ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ആയിരിക്കും അവിടെ. അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലാണ് ഉണ്ടാവുക. ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ് ആൻഡ് കോൾഡർ ഏരിയസ്, അത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും അതേപോലെ തന്നെ മിതശീതോഷ്ണ മേഖലയിലും അതുപോലെ പിന്നെ വളരെ തണുത്ത ധ്രുവ പ്രദേശങ്ങളിലും കാണാൻ പറ്റും. അതിനൊരു ഉദാഹരണമാണ് സൈബീരിയൻ സ്റ്റെപ്പി. സൈബീരിയയിൽ കാണപ്പെടുന്ന സ്റ്റെപ്പി എന്ന് പറഞ്ഞാൽ ഒരു പുൽമേടിന്റെ ഒരു പ്രത്യേക തരത്തിൽ വരുന്നതാണ്. സ്റ്റെപ്പി എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഗ്രാസ് ലാൻഡ് ബയോം വിത്ത് എ ടെമ്പറേറ്റ് ക്ലൈമറ്റ്, ഫ്ലാറ്റ് ടോപ്പോഗ്രഫി ആൻഡ് ഫ്യൂ ട്രീസ്. കുറച്ച് മരങ്ങൾ, വളരെ പരന്നു കിടക്കുന്ന ഒരു പ്രദേശമായിരിക്കും. അതേപോലെ തന്നെ ഒരു മിതശീതോഷ്ണ കാലാവസ്ഥയൊക്കെയുള്ള ഒരു പ്രത്യേക ഗ്രാസ് ലാൻഡ് പ്രദേശത്തിനാണ് എന്ത് പറയാം, സ്റ്റെപ്പി എന്ന് പറയും. പിന്നെ ടൈപ്സ് ഓഫ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, വിവിധ തരത്തിലുള്ള ഗ്രാസ് ലാൻഡുകൾ. ഒന്ന് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആണ്, മറ്റൊന്ന് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. നമുക്ക് അതിന്റെ ക്ലൈമറ്റിനനുസരിച്ചാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിന്റെ ഒരു ഉദാഹരണമാണ് സാവന്നാസ് എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡുകൾ. അതേപോലെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിന്റെ ഉദാഹരണമാണ് പ്രയറീസ്, സ്റ്റെപ്പീസ്. അപ്പൊ പ്രയറീസ് എന്താണ്, സ്റ്റെപ്പീസ് എന്താണ്? സ്റ്റെപ്പീസ് ഓൾറെഡി പറഞ്ഞു. സാവന്നാസ് എന്താണ്? സാവന്നാസ് എന്ന് പറഞ്ഞാൽ സാവന്നാസ് ഗ്രാസ് ലാൻഡ് ആൻഡ് വുഡ്ലാൻഡ് ഇക്കോസിസ്റ്റം വിത്ത് സ്കാറ്റേർഡ് ട്രീസ് ആൻഡ് സീസണൽ റെയിൻഫാൾ. ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടാകും, അതേപോലെ തന്നെ മരങ്ങൾ കുറച്ചൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെതറി കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള എന്തായാലും എല്ലാം ഗ്രാസ് ലാൻഡ് വിവിധ രൂപങ്ങളാണ്. സ്റ്റെപ്പീസ് ഓൾറെഡി പറഞ്ഞു. പ്രയറീസ് എന്ന് പറയുമ്പോൾ and are the major grassland type in the, they are characterized by flat and generally sloping land with mostly grasses and occasional shrubs and trees. കൂടുതലും പുല്ലുകളായിരിക്കും അവിടെ, വളരെ ഒക്കേഷണൽ ആയിട്ട് shrubsഉം ട്രീസ് ഒക്കെ കാണപ്പെടുന്ന, പരന്ന് ഫ്ലാറ്റ് ആയി കിടക്കുന്ന, അതോടൊപ്പം കുറച്ച് എന്താ പറയാ താഴ്വര പോലെ ഇങ്ങനെ സ്ലോപ്പിംഗ് ആയിട്ട് കിടക്കുന്ന, നല്ല കാണാനൊക്കെ ഭംഗി ഉണ്ടാവുന്ന, അവിടെ സീനറികളിലൊക്കെ കാണുന്ന മനോഹരമായ ചിത്രങ്ങളൊക്കെ കാണുന്ന അത്തരം പുൽമേടുകൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിൽ വരുന്നതാണ്. അവയുടെ ഫംഗ്ഷൻ എന്താണ്? ഇക്കോളജിയിലെ അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയിലെ പരിതസ്ഥിതിയിൽ അവ എന്ത് ചെയ്യുന്നു? ഐഡിയൽ ഗ്രാസിംഗ് ഗ്രൗണ്ട്സ് ഫോർ ഹെർബിവോറസ്. ഹെർബിവോറസിന് അത് വളരെ ഐഡിയൽ ആണ് എന്ന് പറഞ്ഞാൽ, ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ സസ്യഭുക്കുകൾക്ക് വളരെയധികം നല്ലൊരു ആവാസ വ്യവസ്ഥയാണ്. സപ്പോർട്ട് ആൻഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ്. സസ്യബുക്കുകൾ കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സസ്യബുക്കുകൾ മാത്രമല്ല അവിടെ ഉണ്ടാവുക, അവയെ ബേസ് ചെയ്തുകൊണ്ട് ആശ്രയിച്ച് ജീവിക്കുന്ന മാംസബുക്കുകൾ ഉണ്ടാകും. കാർണിവോറസ് സപ്പോർട്ട് വെറൈറ്റി ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ്. വിവിധ തരങ്ങളായിട്ടുള്ള ആനിമൽ സ്പീഷീസിനും പ്ലാന്റ്സുകൾക്കും ഒക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം എല്ലാ ഇക്കോസിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ ഇത് തന്നെയാണ്. എന്താണ്? പ്ലാന്റ്സിനും ആനിമൽ സ്പീഷീസിനും ഒക്കെ ഉള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ പിന്നെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലെ മൂന്നാമത്തേതാണ് ഡിസർട്ട് എക്കോസിസ്റ്റം. ഡെഫിനിഷൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇക്കോസിസ്റ്റം ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്ട്രീംലി ലോ പ്രസിപ്പിറ്റേഷൻ. അവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ മഴ ലഭ്യതയുള്ള പ്രദേശങ്ങളിലാണ് ഡിസർട്ട് എക്കോസിസ്റ്റം ഉണ്ടാവുക. ആണ് ലോ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 25 സെന്റിമീറ്റർ ഓർ 10 ഇഞ്ചസ് പെർ ഇയർ. ഒരു വർഷത്തിൽ ഒരു 25 സെന്റിമീറ്ററിൽ കുറവ് അല്ലെങ്കിൽ 10 ഇഞ്ച് അതിൽ കുറഞ്ഞ മഴ മാത്രം ലഭിക്കുന്ന പ്രദേശങ്ങളിലൊക്കെയാണ് ഡിസർട്ട് എക്കോസിസ്റ്റങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഡിസർട്ട് ആണെങ്കിൽ പോലും അവയെ ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടാവും.
ക്ലൈമറ്റ് എങ്ങനെയാണ് അവിടെ? ക്യാൻ ബി ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ് ആൻഡ് പോളാർ റീജിയൻസ്. ഇതും ഈ പറഞ്ഞ പോലെ ഉഷ്ണമേഖലയിലും ടെമ്പറേറ്റും പോളാർ റീജിയൻസ് ധ്രുവ പ്രദേശങ്ങളിലും ഒക്കെ കാണാം. ഓപ്പൺ വിത്ത് സ്ട്രോങ് വിൻസ്, അവിടെ ശക്തമായ കാറ്റുണ്ടാവും. ലാൻഡ്സ്കേപ്പ് മേ കൺസിസ്റ്റ് ഓഫ് സാൻഡ് ഡ്യൂൺസ് ഓർ റോക്കി ടെറൈൻ. അവയുടെ ഒരു ലാൻഡ്സ്കേപ്പ് എങ്ങനെയായിരിക്കും? അതിന്റെ ഒരു കിടപ്പ്, മണ്ണിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു കിടപ്പ്, അതാണ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അതിന്റെ പ്രതലം എങ്ങനെയായിരിക്കും? അതിന്റെ പ്രതലത്തിൽ കൂടുതലും ഡിസർട്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് സാൻഡ് ഡ്യൂൺസ് ആയിരിക്കും. സാൻഡ് ഡ്യൂൺസ് മീൻസ് എന്താ പറയാ, മണൽക്കൂനകള്. ഈ മരുഭൂമിയിലെ മരുക്കാറ്റുകൾ അടിച്ച് ഓരോ വലിയ കുന്നുകളായിട്ട് രൂപപ്പെടും. പിന്നെ അടുത്ത കാറ്റിന് വേറെ അപ്പുറത്തേക്ക് ഓരോ കുന്നിങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ റോക്കി ടെറൈൻ ആയിരിക്കും. മരുഭൂമി ആണെങ്കിൽ പോലും വലിയ മലകളും പിന്നെ റോക്കി ആയിട്ടുള്ള മലകളൊക്കെ ആയിരിക്കും സാധാരണ കാണപ്പെടുന്നതിനേക്കാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാറക്കെട്ടുകളുള്ള ഇത്തരം. അവിടുത്തെ വെജിറ്റേഷനും വൈൽഡ് ലൈഫും എങ്ങനെയാണ്? വെജിറ്റേഷൻ എന്ന് പറയുന്നത് സസ്യ സാന്നിധ്യവും അതോടൊപ്പം മൃഗങ്ങളുടെ സാന്നിധ്യമൊക്കെ പറയുകയാണെങ്കിൽ സ്പേഴ്സ് ഓർ നോൺ എക്സിസ്റ്റന്റ് വെജിറ്റേഷൻ. വെജിറ്റേഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വളരെ ഭാഗികമായിട്ടുള്ള സ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിൽ, ലെസ് എമൗണ്ട് ആയിരിക്കും വെജിറ്റേഷൻ ഉണ്ടാവുക. അതേസമയത്ത് വൈൽഡ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഇൻഹാബിറ്റൻസ് ഇൻക്ലൂഡ്സ് ഇൻസെക്ട്സ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ഓർ ഹൈലി അഡാപ്റ്റഡ് ടു അറിഡ് കണ്ടീഷൻ. ഇത്തരം വരണ്ട റിജിഡ് ആയിട്ടുള്ള കണ്ടീഷൻസിനോട് അഡാപ്റ്റ് ചെയ്യാൻ, അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള പക്ഷികൾ ഉണ്ടാവും. അതേപോലെ ഉരകവർഗ്ഗങ്ങൾ ഉണ്ടാവും. അതായത് പല്ലികളെ പോലെയുള്ള, പാമ്പുകളെ പോലെയുള്ള ജീവികൾക്കാണ് റെപ്റ്റൈൽസ്. പിന്നെ ഇൻസെക്ട്സ്, മറ്റ് പിന്നെ ജീവജാല എന്താ പറയാ, ചെറിയ പ്രാണികൾക്കൊക്കെയാണ് ഇൻസെക്ട്സ്. അത്തരം ജീവികളൊക്കെ അവിടെ. പിന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് വലിയ പിന്നെ എന്താ പറയാ വന്യജീവികൾ എന്ന് പറയാം, ആക്രമണ ശൈലിയിലുള്ള ജീവികളും ഉണ്ടാവും. ഓക്കെ, ഇവയുടെ ഡിസർട്ടിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഹോട്ട് ഡിസർട്ട്സ് എന്ന് പറയാം, വളരെ ചൂട് കൂടിയിട്ടുള്ള സഹാറ പോലെയുള്ള മരുഭൂമി, ആഫ്രിക്കയുടെ ഭാഗത്തുള്ളതിനാണ് സഹാറ മരുഭൂമി എന്ന് പറയാം. ഹൈ ടെമ്പറേച്ചർ ആണ്, മിനിമൽ വളരെ കുറഞ്ഞ മഴയായിരിക്കും ഉണ്ടാവുക. ഹാർഷ് കണ്ടീഷൻസ് ഫോർ പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫ്, അവ സസ്യങ്ങൾക്കും അതുപോലെ തന്നെ ആനിമൽ ലൈഫിനും വളരെ ഹാർഷാണ്, വളരെ പരുക്കൻ ജീവിത സാഹചര്യങ്ങളായിരിക്കും. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ മരുഭൂമിയും ചൂടുള്ളത് മാത്രമല്ല, അതേ സമയത്ത് തണുപ്പ് പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ തണുത്ത കണ്ടീഷൻസ് ഉള്ള മരുഭൂമികളുണ്ട്. അതിനാണ് കോൾഡ് ഡിസേർട്സ് എന്ന് പറയുന്നത്. ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങളിൽ കാണാൻ പറ്റും. ലൊക്കേറ്റഡ് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ്, ഉയർന്ന പ്രദേശങ്ങളിലാണ് അത് ഉണ്ടാവുക. ഹിമാലയത്തിന്റെ ഒക്കെ സമീപസ്ഥമായിട്ടുള്ള ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങളിലുള്ള മരുഭൂമി എന്ന് പറയുമ്പോൾ വിശാലമായിട്ട് വന്യമായ എന്താ പറയുക വിജനമായി കിടക്കുന്ന പ്രദേശങ്ങൾ. കോൾഡ് ടെമ്പറേച്ചർ വിത്ത് ലിമിറ്റഡ് പ്രസിപ്പിറ്റേഷൻ, അവിടെ വളരെ തണുപ്പായിരിക്കും, എന്നാൽ മഴ ഉണ്ടാവില്ല. മഴ ഉണ്ടാകുമ്പോഴാണ് അവിടെ മറ്റു വെജിറ്റേഷൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ മഴയില്ലാത്തതുകൊണ്ട് വെജിറ്റേഷൻസ് കുറവാണ്. ഓക്കെ, ഇത്രയാണ് ടെറിസ്ട്രിയൽ ആയിട്ടുള്ള ഇക്കോസിസ്റ്റംസിനെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ഇതിലേക്ക് വരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ അക്വാട്ടിക് ecosystem എന്ന് പറയുന്നത്. Aquatic ecosystems are ecosystems found in bodies of water and are categorized into freshwater and marine ecosystem. ഇത് പ്രധാനമായിട്ടും വാട്ടർ ബോഡികളിലാണ്, ജലത്തിന്റെ സാന്നിധ്യം, ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്കോസിസ്റ്റംസ്, അതിനെയാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ആൻഡ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ ഇക്കോ. ഇത് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഫ്രഷ് വാട്ടർ ആൻഡ് ശുദ്ധജലം അല്ലെങ്കിൽ ഉപ്പ് ലവണാംശമുള്ള പിന്നെ ജലം, അതാണ് മറൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ഡെഫിനേഷൻ, അക്വാട്ടിക് എക്കോസിസ്റ്റം വിത്ത് നോ സാൾട്ട് കണ്ടന്റ്, ലവണാംശമില്ലാത്ത ജലാശയങ്ങളെയോ അതിലെ ജലസ്രോതസ്സുകളെയോ ഒക്കെയാണ് ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഡ് ലേക്സ്, തടാകങ്ങള്, കുളങ്ങള്, റിവേഴ്സ്, സ്ട്രീംസ്, അരുവികള്, വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടങ്ങള്, ബോക്സ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങളുടെ സമാനമായിട്ടുള്ള നമ്മളെ കോൾപ്പാടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ എപ്പോഴും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, ഫ്രഷ് വാട്ടർ സ്വാംസ്, അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങൾ. അതിൽ തന്നെ ഫ്രഷ് വാട്ടർ സ്വാംസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വാംസിൽ രണ്ടും ഉണ്ടാവും. അതായത് ചതുപ്പില് കടലിനോട് ചേർന്ന് കിടക്കുന്ന കാണുമ്പോൾ അവിടെ ചിലപ്പോൾ കടൽ വെള്ളം കയറി കിടക്കുന്നു. സബ് കാറ്റഗറീസ്, ഇതിനെ നമുക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ലെൻറ്റിക് എക്കോസിസ്റ്റം, മറ്റൊന്ന് ലോട്ടിക് എക്കോസിസ്റ്റം. ലെൻറ്റിക് എന്താണ്, ഓരോ കുറെ ടേംസുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ ടേംസ് എന്താണെന്ന് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. ലെൻറ്റിക് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ സ്റ്റഗ്നന്റ് വാട്ടർ ബോഡീസ് ആണ്. എപ്പോഴും വെള്ളം ഇങ്ങനെ അനങ്ങാതെ ഒഴുകാതെ കിടക്കുന്ന, സ്റ്റഗ്നന്റ് ആയി കിടക്കുന്ന വാട്ടർ ബോഡി. അതിൽപ്പെട്ടതാണ് കുളങ്ങള്, തടാകങ്ങള്. ഇതിലൊന്നും വെള്ളം മറ്റൊരിടത്തേക്ക് ഒഴുകി പോകില്ല, അവിടെ തന്നെ നിലനിൽക്കുന്നതാണ്.
അതേസമയത്ത് ലോട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഫ്ലോയിങ് വാട്ടർ ആണ്. അതായത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അതിലെ ആവാസ വ്യവസ്ഥയെ ബേസ് ചെയ്തുന്ന ജീവവർഗ്ഗങ്ങളൊക്കെ എന്ത് ചെയ്യും, മൂവബിൾ ആയിരിക്കും ഒരു പ്രദേശത്തിനാവാം. അപ്പൊ അതിലൊരു ഡൈവേഴ്സിറ്റി കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനുണ്ടാവും. അപ്പൊ രണ്ടിന്റെയും സ്പീഷീസിൽ ആനിമൽ സ്പീഷീസിലും അതായത് ഫിഷുകളുടെയും മറ്റൊക്കെ സ്പീഷീസിലൊക്കെ ഡിഫറൻസ് കാണപ്പെടാം. ഇമ്പോർട്ടൻസ് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം സപ്പോർട്ട് ഡൈവേഴ്സ് പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫ്. വിവിധങ്ങളായിട്ടുള്ള ചെടികൾക്കും അതേപോലെ തന്നെ ആനിമൽ ലൈഫിലും അത് സപ്പോർട്ട് ചെയ്യുന്നു. ബട്ട് ദേ ആർ മോർ ലിമിറ്റഡ് ഇൻ സ്പീഷീസ് കമ്പയർഡ് ടു മറൈൻ എക്കോസിസ്റ്റം. മറൈൻ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ സമുദ്രത്തിലെ ജീവ സാന്നിധ്യത്തെ കുറിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫ്രഷ് വാട്ടറിൽ വളരെ താരതമ്യേന കുറഞ്ഞ ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി ആണ് നമുക്ക് കാണാൻ പറ്റുക. ഏറ്റവും കൂടുതൽ ജീവജാലങ്ങൾ നമുക്ക് കാണാൻ പറ്റുക കടലിലായിരിക്കും. ഇനി മറൈൻ എക്കോസിസ്റ്റം ഡെഫിനിഷൻ. അക്വാട്ടിക് എക്കോസിസ്റ്റം ക്യാരക്ടറൈസ്ഡ് ബൈ സാൾട്ട് വാട്ടർ, ഉപ്പുജലം, കവറിങ് ഓൾമോസ്റ്റ് 70% ഓഫ് എർത്ത് സർഫേസ്. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ മറ്റേ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് 30-35% ഒക്കെയാണ്. അതിന്റെ ബാക്കി മുഴുവനും വരുന്ന 70%ഓളം വരുന്ന ഭൂമിയുടെ പ്രതലത്തിലുള്ളത് കടൽ ജലമാണ്. അതിന്റെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മറൈൻ ഇക്കോസിസ്റ്റം സപ്പോർട്ട് വൈഡർ വെറൈറ്റി ഓഫ് സ്പീഷീസ് കമ്പയർഡ് ടു ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തെ അപേക്ഷിച്ച് ഏറ്റവും വൈവിധ്യമാർന്ന ഒരുപാട് വൈവിധ്യങ്ങൾ കാണുന്നത് മറൈൻ എക്കോസിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ മറൈൻ എക്കോസിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്ന ഒരുപാട് സാധ്യതകൾ അത്തരം പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മറ്റൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതിൽ ഒരുപാട് കോഴ്സസും മറ്റൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും മറൈൻ എക്കോസിസ്റ്റം, മറൈനുമായി ബന്ധപ്പെട്ടുള്ള. ഓക്കെ, ഡ്യൂ ടു ദി ഡൈവേഴ്സിറ്റി ഓഫ് ഹാബിറ്ററ്റ്സ് അവൈലബിൾ, അവിടെയുള്ള ആവാസ വ്യവസ്ഥകളുടെ അവൈലബിലിറ്റി അനുസരിച്ചുകൊണ്ട് ധാരാളം കാണാൻ പറ്റും. അതിൽ ചിലതാണ് കോറൽ റീഫ്സ്, ഓപ്പൺ ഓഷ്യൻ. കോറൽ റീഫ്സ് എന്ന് പറയും കടലുമായി കടലിന്റെ ആഴക്കടലിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം ആവാസ വ്യവസ്ഥ. അതിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആവാസ വ്യവസ്ഥകളെ വീണ്ടും സബ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. Coral reefs are complex ecosystem made of calcium carbonate and living coral organisms. They are home to a wide variety of marine life and are often called the rainforest of the sea. കടലിലെ മഴക്കാടുകൾ ഭൂമിയിലെ മഴക്കാടുകൾ ഏറ്റവും വലിയ ഒരു ബയോഡൈവേഴ്സിറ്റി പ്രദേശമാണ് ഈ മഴക്കാടുകൾ, കൂടുതൽ സ്പീഷീസും മറ്റും. അതുപോലെ ധാരാളം ജൈവ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന കടലിന്റെ അടിയിലെ ഒരു പ്രദേശമാണ്. ഓരോ ഭാഗത്തിനാണ് എന്ത് പറയുന്നത്, കോറൽ റീഫ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു എക്കോസിസ്റ്റമാണ് വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റം. അക്വാട്ടിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് വെറ്റ്ലാൻഡ്. വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങൾ എന്ന് പറയാം. ട്രാൻസിഷണൽ ഏരിയാസ് ബിറ്റ്വീൻ ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ടെറസ്ട്രിയൽ കരയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം അക്വാട്ടിക്കും, കരയും അല്ലെങ്കിൽ മണ്ണും ലാൻഡും പിന്നെ വാട്ടറും, ഇതിന്റെ രണ്ടിന്റെ ഒരു മിശ്രിത സ്വഭാവം, രണ്ടിന്റെ ഒരു സ്വഭാവം ഉണ്ടാവും. കാരണം ചതുപ്പ് മണ്ണിന്റെ അംശം കൂടുതലായിരിക്കും, അതോടൊപ്പം തന്നെ ജലാംശം കൂടുതലുണ്ടാവും. ഇത് രണ്ടും ഉണ്ടായിരിക്കും. വേർ വാട്ടർ ഇസ് പ്രസന്റ് അറ്റ് ഓർ നിയർ ദ സർഫേസ് ഫോർ പാർട്ട് ഓഫ് ഓൾ ഓഫ് ദ ഇയർ. ഒന്നെങ്കിൽ വർഷം മുഴുവനും അല്ലെങ്കിൽ വർഷത്തിന്റെ കുറെ ഭാഗവും ഭൂമിയുടെ പ്രതലത്തിനോടൊപ്പം മണ്ണിനൊപ്പം വെള്ളം നിലനിൽക്കുന്ന, മണ്ണിന്റെ അത്രയും കണ്ടന്റിൽ വെള്ളം ഒരേപോലെ ഒരേ ലെവലിൽ നിൽക്കുന്ന പ്രദേശങ്ങൾക്കാണ് എന്ത് പറയാം ഈ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ വാട്ടർ ടൈപ്സ് എങ്ങനെയാണ്? ക്യാൻ ഇൻക്ലൂഡ് ഫ്രഷ് വാട്ടർ, സാൾട്ട് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ ഓർ ഫ്ലോയിങ് വാട്ടർ. ഇതിൽ പലതരത്തില് വാട്ടറിന്റെ കണ്ടന്റ് കാണാൻ പറ്റും. അതായത് ക്യാൻ ഇൻക്ലൂഡ് ഫ്രഷ് വാട്ടർ. ചിലത് ഇത്തരം വെറ്റ്ലാൻഡിൽ പലതും ശുദ്ധജല അവൈലബിലിറ്റി ഉള്ളതായിരിക്കും. ചിലത് സാൾട്ട് വാട്ടർ, അതായിരിക്കും കടലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ ചിലത് അങ്ങനെ ഉണ്ടാവും. അഴിമുഖത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ലവണാംശം കൂടുതലായിരിക്കും അതിലെ വെള്ളത്തിൽ. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്നാൽ ശുദ്ധജലവും അല്ല, എന്നാൽ സാൾട്ട് വാട്ടറിന്റെ അത്രയും കണ്ടന്റ് ലവണാംശം, അതായത് സാൾട്ടിന്റെ അളവ് കുറവായിരിക്കും. അങ്ങനെയുള്ള വെള്ളത്തിന് അതിനാണ് ബ്രാക്ക് വാട്ടർ എന്നോ അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടർ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഫ്ലോയിങ് വാട്ടർ, ചിലതിങ്ങനെ ഒഴുകുന്ന ചെറിയ രൂപത്തിൽ ഒഴുക്കുള്ള നീർച്ചാലുകളുള്ള ഇതുണ്ടാവും. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഒരു വാട്ടർ ബോഡീസ് ഈ വെറ്റ്ലാൻഡിൽ കാണാൻ പറ്റും. ഇതിന്റെ ഇക്കോളജിക്കൽ റോൾ എന്താ? വെറ്റ്ലാൻഡ്സ് ആക്ട്സ് ആസ് നാച്ചുറൽ സ്റ്റോം ബാരിയേഴ്സ്. അവ പ്രകൃതിപരമായിട്ട് സ്റ്റോം ബാരിയേഴ്സ്, സ്റ്റോമുകൾ, അതായത് കൊടുങ്കാറ്റുകളെയൊക്കെ തടയുന്ന ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം ആണ്. അവ പ്രകൃതിപരമായിട്ട് അവക്ക് അങ്ങനെ ഒരു
പിന്നെ സവിശേഷത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ എൻവയോൺമെന്റൽ ക്ലീൻസേഴ്സ്, പ്രകൃതിപരമായിട്ടുള്ള ക്ലീനിങ്, അതായത് അശുദ്ധമായിട്ടുള്ള കണ്ടന്റുകളെയൊക്കെ പ്രകൃതിയിലെ വായുവിൽ നിന്നൊക്കെ ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഒരു ശേഷിയും അങ്ങനെയുള്ള ഒരു സവിശേഷത കൂടിയുള്ള ഒരു ഇക്കോസിസ്റ്റമാണ് വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റം. ആൻഡ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ഫോർ വേരിയസ് ലൈഫ് ഫോംസ്. അതോടൊപ്പം മറ്റു ഇക്കോസിസ്റ്റങ്ങളെ പോലെ തന്നെ വിവിധ ജീവജാലങ്ങൾക്ക്, ജീവവൈവിധ്യങ്ങൾക്ക് വേണ്ട ഫുഡ് ആൻഡ് വാട്ടർ റിസോഴ്സസിനെ പ്രൊവൈഡ് ചെയ്യുക എന്ന ഒരു ഫംഗ്ഷനും കൂടി ചെയ്യുന്നു. ഇനി അതിന്റെ ഒരു പ്രത്യേകത എടുത്തു പറയുമ്പോൾ, വെറ്റ് സോയിൽസ് ടിപ്പിക്കലി അനൈറോബിക് എൻവയോൺമെന്റ്സ്. ഇത്തരം വെറ്റ് സോയിലുകൾ, അതായത് ഈ വെറ്റ്ലാൻഡിൽ കാണുന്ന മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ അനൈറോബിക് ആണ്. അനൈറോബിക് എന്ന് പറഞ്ഞാൽ അതിൽ വായു സാന്നിധ്യം, വായുവിന്റെ അളവ് കുറവായിരിക്കും, അതായത് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ അത്തരം അതിനെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പീഷീസുകളാണ് അവിടെ ജീവിക്കുക. അതായത് ഓക്സിജന്റെ വളരെ കുറഞ്ഞ ഓക്സിജൻ പിന്നെ സംഭരിച്ച് ജീവിക്കാൻ പറ്റുന്ന ജീവികളായിരിക്കും ഉണ്ടാവുക. വിത്ത് പ്ലാന്റ്സ് ആൻഡ് ലൈഫ് ഫോംസ് സ്പെഷ്യലി അഡാപ്റ്റഡ് ഫോർ ദീസ് കണ്ടീഷൻ. അപ്പൊ അത്തരം കണ്ടീഷൻസിനോട് അഡാപ്റ്റബിൾ ആയിട്ടുള്ള, അതിനെ സംശീകരിക്കാനും അതിനെ ഉൾക്കൊള്ളാനും പറ്റുന്ന ജീവവർഗങ്ങളാണ് സസ്യങ്ങളായാലും മൃഗങ്ങളായാലും ഒക്കെ അത്തരം ആവാസ വ്യവസ്ഥകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇതിലെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ പല ചാപ്റ്ററുകളിലും ഡിസ്കസ് ചെയ്താണ്. പിന്നെ വിവിധ തരത്തിലുള്ള എക്കോസിസ്റ്റം ആണ്. പ്രധാനമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ട്, അതേപോലെ അക്വാട്ടിക് എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിന്റെ അതിൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഉണ്ട്, ഗ്രാസ് ലാൻഡ് ഉണ്ട്, ടൻഡ്ര എക്കോസിസ്റ്റം ഉണ്ട്, ഡിസർട്ട് എക്കോസിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ടൈപ്സ് ഓഫ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, ട്രോപ്പിക്കൽ ഉണ്ട്, ടെമ്പറേറ്റ് ഉണ്ട്, ഡിസർട്ട് എക്കോസിസ്റ്റംസ് ഉണ്ട്. അതിന്റെ പിന്നെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, ഹോട്ട് ഡിസർട്ടും കോൾഡ് ഡിസർട്ടുമാണ്. പിന്നെ അക്വാട്ടിക് എക്കോസിസ്റ്റം, അതില് പിന്നെ ഫ്രഷ് വാട്ടറും മറൈൻ വാട്ടർ എക്കോസിസ്റ്റം, ഇങ്ങനെ രണ്ട് തരത്തിൽ പ്രധാനമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫ്രഷ് വാട്ടറിനെ നമുക്ക് വീണ്ടും ലെൻഡിക് എക്കോസിസ്റ്റം, ലോട്ടിക് എക്കോസിസ്റ്റം അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. മറൈൻ എക്കോസിസ്റ്റത്തിൽ അതുപോലെ അതിന്റെ പ്രത്യേകത പറഞ്ഞു, വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം ഉണ്ട്. അങ്ങനെ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലാകെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, എന്നാൽ കുറെ കാര്യങ്ങൾ, കുറെ ടേംസുകൾ അതിൽ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കാം. അപ്പൊ എത്രയാണ് നമുക്ക് ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള അടുത്ത ചാപ്റ്ററും മറ്റും അടുത്തൊരു സെഷനിൽ നമുക്ക് ഇതായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ മറ്റുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. അസ്സലാമു അലൈക്കും.